ഇന്നത്തെ വീഡിയോ 2530 സ്ക്വയർ ഫീറ്റുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, 5 റൂമുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷന് വേണ്ട ഡിസൈനും അതിന് ചിലവായ തുകയുടെ ഡീറ്റെയിലുമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്കവേഷനും PCCയുമാണ്. അപ്പോൾ എക്സ്കവേഷൻ 2 അടി താഴ്ചയിൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തപ്പോഴത്തേക്കും അത് ഒരു ലൂസ് സോയിൽ ആയതുകൊണ്ട് നമ്മൾ എല്ലാ കോർണറുകളിലും 3 അടിയുടെ റിങ് താത്തി അതിനകത്ത് സാൻഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു റാഫ്റ്റ് ബീമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റാഫ്റ്റ് ബീം എന്ന് പറയുമ്പോൾ ഒരു ബേസ് സ്ലാബ് 15 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള 1 മീറ്റർ വിഡ്ത്തുള്ള ഒരു ബേസ് സ്ലാബും അതിൻ്റെ മുകളിലായി 45 സെൻറ്റിമീറ്റർ ഡെപ്തും 25 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു ബീമുമാണ്. ഇതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാനും അതിൻ്റെ ഡീറ്റെയിലും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ബേസ് നമ്മൾ മാറ്റ് കെട്ടിയിരിക്കുന്നത് 8 mm റീൻഫോഴ്സ്മെൻറ്റ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് ലെയറും ബോട്ടം ലെയറും ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബീം നമ്മൾ കെട്ടിയിരിക്കുന്നത് 16-ന്റെ 2 റീൻഫോഴ്സ്മെൻറ്റ് മേളിലും 16-ന്റെ 2 റീൻഫോഴ്സ്മെൻറ്റ് താഴെയും ഒരു 12 mm ഡയമീറ്റർ ഉള്ള ഒരു ബാറും താഴെയും ഒരു 12 mm ഡയമീറ്റർ ഉള്ള ബായും 8 mm ഡയയിലുള്ള സിറപ്സുകളാണ്. കൂടാതെ ഇതിൻ്റെ കോളംസ് എന്ന് പറയുന്നത് എല്ലാ കോർണറുകളിലും, അതായത് റൂമുകളുടെ എല്ലാ കോർണറുകളിലും നമ്മൾ 20/40 ഉള്ള കോളംസ് ആണ്. അതിലും ഈ പറഞ്ഞതുപോലെ 4 numbers ഓഫ് 16 mm ഡയ ബാറും 2 numbers ഓഫ് 12 mm ഡയ ബാറുമാണ്. അതിൻ്റെ സ്റ്റിറപ്സ് ഹെക്സഗണൽ സ്റ്റിറപ്സും ഔട്ടർ സ്റ്റിറപ്സും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതും നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് നിങ്ങൾക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണാവുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ റാഫ്റ്റിൻ്റെ ബേസ് സ്ലാബാണ് ആദ്യമായി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ എല്ലാ കവർ ബ്ലോക്കുകളും മറ്റുള്ള ക്വാളിറ്റി ഇൻസ്പെക്ഷനും എല്ലാ ഡയമെൻഷനും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M25 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 330 കിലോ സിമെൻറ്റ് ഒരു M3. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൊത്തമുള്ള ഡീറ്റെയിൽ, അതായത് ഈ 2530 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് 2 നിലകളിലായിട്ട് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമായി 5 റൂമുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റിന് ബേസ് സ്ലാബിൻ്റെ കോൺക്രീറ്റിന് ഏകദേശം നമ്മൾ ഒരു 70 ബാഗ്, അതായത് 15 സെൻറ്റിമീറ്റർ തിക്നെസ്സിന് 70 ബാഗോളം സിമെൻറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ലോഡ്, ഒരു ലോഡ് മെറ്റലും ഒരു ലോഡ്, അതായത് 160-170 അടിയോളം മെറ്റലുകളും. ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു കണക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ അതിന് വന്നിരിക്കുന്ന ചിലവുകൾ, അതായത് മൊത്തമായി വന്നിരിക്കുന്ന ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1260 CFT മണലും 1000 CFT മെറ്റലും അതുപോലെ 2500 കിലോ സ്റ്റീലുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. റാഫ്റ്റ് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബീം, രണ്ടാമത്തെ സെക്ഷനിൽ ബീം 45-25-ൻ്റെ ഡയമെൻഷനിലുള്ള ബീമും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടം വരെ, അപ്പോൾ ഗ്രൗണ്ട് ലെവൽ വരെയുള്ള ഏകദേശം നമുക്ക് 5 ലക്ഷത്തി ചില്ലാനും രൂപയാണ് ചിലവായിരിക്കുന്നത്. 2530 സ്ക്വയർ ഫീറ്റ് ചെയ്യാനായിട്ട് ചിലവായ തുകയാണ്. അത് ലേബർ 1,25,000 രൂപ ലേബർ ഉൾപ്പെടെയാണ് നമ്മളത് ചിലവ് കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 200 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചിലവായിരിക്കുന്നത്. ഇനി ഞാനിതിൻ്റെ ഡ്രോയിങ്ങും ഇതിനകത്ത് വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ എസ്റ്റിമേറ്റും വെച്ചിട്ടുണ്ട്, ആക്ച്വലായിട്ട് ചിലവായിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വ്യക്തമായി ഞാൻ ക്ലിയറായി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.